തൃശൂർ വലക്കാവിലെ പാറമടകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരസമിതി 6 മണിക്കൂറിലേറെ ഡെപ്യൂട്ടി കളക്ടറെയും തഹസിൽദാരെയും ഉപരോധിച്ചു. പോലീസ് എത്തി ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചെങ്കിലും സമരക്കാർ പിരിഞ്ഞുപോകാതെ താലൂക്ക് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയ വലക്കടവിലെ പാറമടകളുടെയും ക്രഷ് യൂണിറ്റുകളുടെയും ലൈസൻസ് റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് മലയോര സംരക്ഷണ സമിതി സമരം ശക്തമാക്കിയത്. സമരത്തിന്റെ ഭാഗമായി ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരസമിതി അംഗങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ മോഹനനെയും തഹസിൽദാർ ശിവകുമാറിനെയും ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് സമവായത്തിനു വേണ്ടി ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും പട്ടയം റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു സമരക്കാരുടെ നിലപാട്. സമരം അനിശ്ചിതമായി നീണ്ടതോടെ രാത്രി 9 മണിയോടടുപ്പിച്ച് പോലീസ് സംഘം സ്ഥലത്തെത്തി സമരക്കാരെ ഓഫീസിൽ നിന്ന് നീക്കി ഉദ്യോഗസ്ഥരെ പുറത്തിറക്കി. എന്നാൽ ആവശ്യം അംഗീകരിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചുനിന്നു. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് പാറമടകളുടെ പട്ടയം റദ്ദാക്കും വരെ താലൂക്ക് ഓഫീസിനു മുന്നിൽ കുത്തിയിരിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. റിപ്പോർട്ടർ, തൃശൂർ.